ഹായ് ഹലോ എവരിവൺ. കയ്യിൽ നിന്ന് ക്യാഷ് വേണ്ട ട്രേഡ് ചെയ്യാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ മൈക്രോ ക്യാപ്പ്, അതായത് പെന്നി സ്റ്റോക്സിൽ പോയിട്ട് ആരും ട്രേഡ് ചെയ്യാണ്ടിരിക്കാം. 100 കോടി അതിനും താഴെ അല്ലെങ്കിൽ അതിന് കുറച്ച് 1000 കോടി വരെയുള്ള എന്താ പറയുക മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്സാണ് പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെന്നി സ്റ്റോക്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ക്യാപിറ്റൽ തന്നെ നിങ്ങൾ ഇടുന്നത് ചിലപ്പോൾ വലിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും, ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് അവിടെ പെട്ടുപോകാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ മാനിപ്പുലേഷൻസ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ സെല്ല് ചെയ്യാൻ ഓപ്പോസിറ്റ് ബയ്യർ പോലും ഉണ്ടാവില്ല. അങ്ങനെ സിറ്റുവേഷനുള്ള ഒരുപാട് പേരുണ്ട് ഈ മാർക്കറ്റിൽ. നമ്മൾ എത്ര പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞാലും ഒരുപാട് പേര് പെട്ടുപോയവർക്കും അങ്ങനെയുള്ള കഥ പറയാനുണ്ട്. സോ നോക്കി കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്കായ ടൈമിലൊന്നും പോയി എൻട്രി എടുക്കാതിരിക്കുക, അതായത് ഹോൾഡിങ്ങിന് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ ആ സെക്ടർ വീക്കായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ചില സെക്ടേഴ്സ് ഉണ്ട് അങ്ങനെ എന്താ പറയുക ഡൗൺ ട്രെൻഡിൽ തന്നെ കിടക്കുന്ന സെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്താ പറയുക വീക്ക് സ്റ്റോക്ക്, അതായത് ഡൗൺ ട്രെൻഡിൽ കിടക്കുന്നതും അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലും വർഷങ്ങളായിട്ട് കൺസോൾട്ടേഷനിൽ കിടക്കുന്ന സ്റ്റോക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ പൊസിഷൻ സൈസിങ് ആണ്. പ്രോപ്പറായിട്ടൊരു എൻട്രി നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ എൻട്രി മിസ്സായെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഹ്യൂജ് ക്യാപിറ്റൽ ഒന്നായി കൊണ്ട് എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്യല്ല വേണ്ടത്. കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇത്രയാണ് ഈ ഒരു റേഞ്ചിൽ കയറിയിട്ട് പിന്നെ സ്റ്റോക്ക് ഒരു പുൾ ബാക്കിൽ പോകും. ഇത് ഇത്രേ പോയുള്ളൂ അപ് ട്രെൻഡിലായതുകൊണ്ട്. പക്ഷേ ഡൗൺ ട്രെൻഡ് സ്റ്റോക്ക് ഇത് ഒന്ന് പകുതി വരെ വരും. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്ത് ഇവിടം വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മണ്ടത്തരം വയ്ക്കും. നമ്മുടെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് കറക്റ്റ് എൻട്രി വരിക. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര സ്റ്റോക്ക് വന്നാൽ നിങ്ങൾക്ക് ലോസ് ആവും, സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അപ്പോൾ ഇതൊക്കെ ലാർജ് ലോസ് വരും. അപ്പോൾ അതിനെക്കാട്ടി ഭേദം കൃത്യമായിട്ടുള്ള അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള എന്താ പറയുക പൈസ കൊണ്ടിടാണ്ട് കുറച്ച് പൊസിഷൻ ഒന്നും ഇപ്പോൾ 100% ഇടുന്നതിൻ്റെ അവിടെ ഒരു 50% അല്ലെങ്കിൽ 20% ഇടുക. എന്നിട്ട് അതായത് ആ സ്റ്റോക്ക് മിസ്സാവാണ്ടിരിക്കാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക മാർക്കറ്റ് ക്യാപ്പും പിന്നെ അതുപോലെ തന്നെ വീക്കായിട്ടുള്ള മാർക്കറ്റും പിന്നെ സ്റ്റോക്ക്, അതായത് നമ്മുടെ വീക്കായിട്ടുള്ള സ്റ്റോക്കിൽ ഇടാണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ പൊസിഷൻ സൈസിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ മാറാൻ പറ്റും, ലോസിലാണ് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. പേജ് ഫോളോ ചെയ്യുക. ബൈ.